ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. 1 കൊരിന്ത്യർ 9 അധ്യായം നാം ഇന്ന് വായിച്ച് ധ്യാനിക്കുന്നു. 9 അധ്യായത്തിൽ ഒരു അപ്പോസ്തലൻ്റെ അഥവാ ദൈവികമായ ശുശ്രൂഷ ചെയ്യുന്നവൻ്റെ അവന് ലഭിക്കേണ്ട അവകാശത്തെക്കുറിച്ചാണ് പൗലോസ്ലീഹ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. തൻ്റെ ശ്ലീഹാസ്ഥാനം പൗലോസ്ലീഹ സ്പഷ്ടമായി ഇവിടെ കോരിന്ത്യരെ ഗ്രഹിപ്പിക്കുകയാണ്. ഞാനൊരു ശ്ലീഹായാകയാൽ മനുഷ്യൻ്റെ അല്ല, കർത്താവിൻ്റെ അധികാരത്തിനാണ് താൻ വിധേയനായിരിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തികൾ 1 അധ്യായം പഠിച്ചപ്പോൾ നമ്മൾ ഒന്ന് വായിച്ചിരുന്നു. ശ്ലീഹാസ്ഥാനത്തേക്ക് വരേണ്ടവൻ കർത്താവിൻ്റെ പുനരുത്ഥാന സാക്ഷിയായിരിക്കണമെന്ന്. അന്ന് പൗലോസ്ലീഹ കർത്താവിൻ്റെ ശിഷ്യഗണത്തിൽപ്പെട്ടവനായിരുന്നില്ല. എന്നാൽ പിന്നീട് ദമസ്കോസിൽ വെച്ചുണ്ടായ ദർശനത്തിൽ ദൈവം നേരിട്ട് അദ്ദേഹത്തോട് സംസാരിക്കുകയും ദൈവികമായ ശുശ്രൂഷയ്ക്ക് ദൈവം അദ്ദേഹത്തെ നിയോഗിക്കുകയും ചെയ്തതോടുകൂടി ആ അപ്പസ്തോലിക സ്ഥാനം അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ആ സാക്ഷ്യം മറ്റപ്പസ്തോലന്മാരെല്ലാവരും സ്വീകരിക്കുകയും അപ്പസ്തോലനെ പോലെ അദ്ദേഹത്തെ അവരെല്ലാവരും കരുതുകയും ചെയ്തു. അപ്പം അങ്ങനെയുള്ള തൻ്റെ അപ്പസ്തോലിക പ്രവർത്തനത്തിൻ്റെ ഫലമാണ് കോരിന്ത്യയിലെ സഭ. ആ സ്ഥിതിക്ക് സഭയിൽ നിന്നും തനിക്കും അവകാശങ്ങൾ ലഭിക്കേണ്ടതാണ്. അത് ഭക്ഷണകാര്യത്തിലും ജീവിതത്തിനുള്ളതായ പ്രവർത്തനം അല്ലെങ്കിൽ അതിനുള്ളതായ പ്രതിഫലം തനിക്ക് ലഭിക്കേണ്ടതാണ്. അതിന് അദ്ദേഹം ചില ഉദാഹരണങ്ങൾ പറയുന്നു. സൈനിക സേവനം ചെയ്യുന്നവൻ തൻ്റെ സ്വന്തം ചെലവിലല്ല സേവനം ചെയ്യുന്നത്. ഏത് രാജ്യത്തിനു വേണ്ടി സൈനിക സേവനം ചെയ്യുന്ന ആ രാജ്യം അവനെ കരുതാറുണ്ട്. ഒരു തോട്ടത്തിൽ വേല ചെയ്യുന്നവന്, ഒരു മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുന്നവന് അതിനുള്ളതായ പ്രതിഫലം ആ തോട്ടത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്ന ഒരു ഇടയൻ ജീവിക്കുന്നത് ആ ആടുകളെ കൊണ്ടാണ്. അപ്പം ആ രീതിയിൽ തനിക്കും അവകാശം ലഭിക്കേണ്ടതാണ്. സഭാ പാരമ്പര്യം പറയുന്നത് യോഹന്നാൻ ശ്ലീഹ ഒഴികെയുള്ള ശ്ലീഹന്മാരെല്ലാവരും വിവാഹിതരായിരുന്നു. അവർ ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയൊക്കെ പോകുമ്പോൾ അവരുടെ ഭവനത്തിൻ്റെ കാര്യങ്ങൾ കൂടി അവരെ ബാധിച്ചിട്ടുണ്ടാവും. അദ്ദേഹം ചോദിക്കുന്നു, ആധ്യാത്മികമായ നന്മകൾ വിധിച്ചിട്ട് ലൗകികമായ നന്മകൾ അതിൽ നിന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നതിൽ എന്താണ് തെറ്റ്? കൊരിന്ത്യരുടെ മേൽ ആരെയുംകാൾ കൂടുതൽ അധികാരവും അവകാശവും പൗലോസ്ലീഹായ്ക്ക് കാണിക്കുവാനുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായി രൂപപ്പെട്ട സഭയാണത്. എന്നാൽ തൻ്റെ അപ്പസ്തോലികമായ ആ അധികാരം സ്വാർത്ഥതയുടെ പേരിൽ താൻ ഉപയോഗിക്കുന്നില്ല. സുവിശേഷത്തിനു വേണ്ടി അത് ത്യാഗപൂർവം തൻ്റെ ആ പ്രവർത്തനത്തെ താൻ ഇവിടെ സമർപ്പിക്കുകയാണ്. 13-14 വാക്യങ്ങളിൽ പഴയ നിയമ പുരോഹിതർക്ക് ലഭിച്ചിരുന്നതായ അവകാശത്തെക്കുറിച്ച് അദ്ദേഹം ഇത് പറയുന്നുണ്ട്. അതിനു മുൻപായിട്ട് അദ്ദേഹം പറയുന്നു, മോശയുടെ ന്യായപ്രമാണവും പറഞ്ഞിരുന്നത് മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കെട്ട് കെട്ടരുത്. കാരണം കാള മെതിക്കുന്നെങ്കിൽ അത് മെതിക്കുന്ന കച്ചി അതിന് അവകാശപ്പെട്ടതാണ്. അത് ഭക്ഷിക്കുവാൻ അതിനെ അനുവദിക്കണം. അതിൻ്റെ മുഖം മൂടിക്കെട്ടാൻ പാടില്ല. അത് അനീതിയാണെന്നുള്ളതാണ്. ആയതുപോലെ ദൈവികമായ ശുശ്രൂഷകൾ ചെയ്യുന്നവർ അതുകൊണ്ട് ഉപജീവനം കഴിയേണ്ടവരാണ്. അതിനുള്ള അവകാശം അവർക്കുണ്ട്. പക്ഷെ പൗലോസ്ലീഹായ്ക്ക് ആരും ഒന്നും നൽകിയിരുന്നില്ല.
നേരത്തെ നമ്മൾ വായിച്ചല്ലോ, അദ്ദേഹവും കൂടെയുള്ളവർ വരുന്ന വാശമൊക്കെ കൂടാരപ്പണി ചെയ്താണ് ഉപജീവന മാർഗം അവർ കണ്ടെത്തിയിരുന്നത്. കൊരിന്തിലെ സഭ വേണ്ട രീതിയിൽ അവരെ ആ കാര്യങ്ങളിൽ പരിഗണിച്ചിരുന്നില്ല. പക്ഷെ അതിൻ്റെ പേരിൽ അദ്ദേഹം ഒരു പരിഭവം പറയാനോ തൻ്റെ പ്രവർത്തനത്തെ ഇല്ലാതാക്കാനോ അദ്ദേഹം ഒരിക്കലും തയ്യാറായിരുന്നില്ല. പക്ഷെ ലഭിക്കേണ്ട അവകാശത്തെക്കുറിച്ച് അദ്ദേഹം അവിടെ ബോധ്യപ്പെടുത്തുന്നുവെന്ന് മാത്രം. സുവിശേഷ അതിൻ്റെ പ്രവർത്തനം അത് സ്ലീഹന്മാരുടെ കടമയാണ്. ആ കാര്യത്തിൽ അലസത കാണിക്കാൻ പാടില്ല. അതിന് ജീവിതമാർഗം ലഭിച്ചാലും ഇല്ലെങ്കിലും അത് ദൈവത്തിനു വേണ്ടി ചെയ്യുന്നൊരു പ്രവർത്തനമായി കണ്ട് ഏറ്റെടുത്ത് ചെയ്യണമെന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആരുടെയും എങ്കിലും പ്രേരണ കൊണ്ടല്ല എൻ്റെ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നത്. ഞാൻ സ്വമനസ്സാൽ അത് ചെയ്യുകയാണ്. ആരുടെയും നിർബന്ധം അതിൻ്റെ പിന്നിലില്ല. അതിൻ്റെ 18-ാം വാക്യത്തിൽ പറയുന്നത്, സുവിശേഷം നൽകുന്ന അവകാശം വേല ചെയ്യുന്നവന് ലഭിക്കേണ്ടതായ അവകാശമാണ്. അത് അവഗണിച്ചാണ് ഞാൻ നിസ്വാർത്ഥമായ സേവനം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യനോടും ഞാൻ ഇപ്പോൾ കടപ്പെട്ടവനല്ല. എന്നാൽ ഞാൻ ഇതെന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവരെയും നേടേണ്ടതിനാണ്. യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദനെ പോലെ എന്ന് പറഞ്ഞാൽ താൻ വീണ്ടും യഹൂദൻ ആയെന്നുള്ള അർത്ഥത്തിലല്ല. അവരുടെ സംഘാലയങ്ങളിൽ അവരുടെ തിരുവെഴുത്തുകളിൽ ഞാൻ പഠിപ്പിച്ചു. വിജാതിയരെ നേടേണ്ടതിന് അപ്പോസ്തലപ്രവൃത്തികൾ നമ്മൾ നേരത്തെ വായിച്ചിരുന്നു. ലിസ്ത്ര, ആഥൻസ് മുതലായ സ്ഥലങ്ങളിൽ പോയി അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചതൊക്കെ അപ്പോസ്തലപ്രവൃത്തികൾ നമ്മൾ വായിച്ചതാണല്ലോ. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എല്ലാവരുടെയും രക്ഷയാണ്. അതിനുവേണ്ടി തനിക്ക് ജീവിതമാർഗം അവർ നൽകുന്നുണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹം നോക്കുന്നില്ല. അദ്ദേഹം വളരെ നിസ്വാർത്ഥമായിട്ട് ആ മേഖലകളിൽ ദൈവനാമത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. ഇനി അതിൻ്റെ 24 മുതലുള്ള വാക്യങ്ങളിൽ അദ്ദേഹം പറയുന്നു, സ്വയനിയന്ത്രണത്തിൻ്റെ പ്രാധാന്യമാണ്. കൊരിന്ത്യ ദേശത്ത് 2 വർഷത്തിലൊരിക്കൽ ഓട്ട മത്സരങ്ങളും മറ്റുമുണ്ടായിരുന്നു. 1-ാം സമ്മാനം ഒരു പുഷ്പകിരീടം ലഭിക്കുമായിരുന്നു. വിജയിയെ ആഘോഷപൂർവ്വം ജന്മനാട്ടിലേക്ക് അവർ ആനയിക്കുകയും സാമൂഹിക ചടങ്ങുകളിലും മറ്റു മണ്ഡലങ്ങളിലും അവർക്കൊക്കെ പ്രമുഖ സ്ഥാനവും നികുതി ഇളവുമൊക്കെ അവർക്ക് നൽകിയിരുന്നു. കൂടാതെ അങ്ങനെയുള്ള ആളുകളുടെ പ്രതിമ പോലും ആ ചില സ്ഥലത്ത് സ്ഥാപിച്ചിരുന്നതായി ആ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെ ഭൗതികമായ കാര്യങ്ങൾക്ക് നശ്വരമായ കിരീടത്തിനു വേണ്ടി ആത്മസംയമനം അവർ പാലിക്കുകയും അതിന് പാലിക്കേണ്ടതായ നിയമങ്ങൾ അനുസരിച്ച് അവരുടെ ശരീരത്തെയും മനസ്സിനെയൊക്കെ അവർ കൺട്രോൾ ചെയ്തിരുന്നു. ഇവിടെ പൗലോസ്ലീഹ ചോദിക്കുന്നത്, ശാരീരികമായ അല്ലെങ്കിൽ ഭൗതികമായ ആ കിരീടത്തിന് വേണ്ടി അത്രമാത്രം പ്രവർത്തിക്കാൻ ഒരു മനുഷ്യൻ തയ്യാറാകുമെങ്കിൽ ആത്മീയ ജീവിതത്തിനു വേണ്ടി എത്രമാത്രം സമർപ്പിതമായി ഓരോ വ്യക്തികളും ജീവിക്കേണ്ടതാണ്. അപ്പം അതുകൊണ്ട് പൗലോസ് ചെയ്തത് തൻ്റെ ശരീരത്തെ ജഡീക വികാരങ്ങളെ മെരുക്കി അദ്ദേഹം കീഴ്പ്പെടുത്തിയിരുന്നു. അപ്പം ജഡീക വികാരങ്ങളെ മെരുക്കുവാനുള്ള ഏകമാർഗം ദൈവ സാന്നിധ്യബോധ്യത്തോടെയുള്ളതായ ഉപവാസവും പ്രാർത്ഥനയും സമർപ്പണവുമാണ്. അപ്പം അതുകൊണ്ട് ലൗകിക കാര്യങ്ങളെക്കാൾ കൂടുതൽ അഥവാ ഭൗതിക കാര്യങ്ങളെക്കാൾ കൂടുതൽ
ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം അതാണ് യഥാർത്ഥ ജീവൻ. ശാരീരികമായി നമ്മൾ എന്ത് നേടിയാലും നമ്മൾ മരിക്കുന്നതോടുകൂടി അത് അവസാനിക്കുകയാണ്. എന്നാൽ ആത്മീയമായിട്ടുള്ളത് നിത്യലോകത്തേക്കുള്ള ഒരു പ്രവേശനത്തിന് നമ്മെ സഹായിക്കുകയാണ്. അതുകൊണ്ട് അത് ലക്ഷ്യമാക്കി ജീവിക്കുവാൻ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു. എന്നാൽ ഇതിൻ്റെ ആദ്യ ഭാഗത്ത് ഒരു അപ്പസ്തോലൻ എന്ന രീതിയിൽ തനിക്ക് ലഭിക്കേണ്ട അവകാശം, ഭക്ഷണവും പാർപ്പിടവും മറ്റ് സംരക്ഷണങ്ങളൊക്കെ തനിക്ക് ലഭിക്കേണ്ടതാണ്. അതൊന്നും അന്നത്തെ സഭ അദ്ദേഹത്തിന് നൽകിയിരുന്നില്ല. അത് തനിക്ക് അവകാശപ്പെട്ടതാണെങ്കിലും അതിൻ്റെ പേരിൽ ഞാൻ സുവിശേഷ പ്രവർത്തനം ഞാൻ നിർത്തുകയില്ല, ഞാൻ നിരന്തരം പ്രവർത്തിക്കും എന്നുള്ള ഒരു വലിയ സമർപ്പണമാണ് അദ്ദേഹത്തിലൂടെ കാണുന്നത്. ഇതുപോലെ ദൈവനാമ മഹത്വത്തിനു വേണ്ടി പ്രതിഫല ഇച്ഛ കൂടാതെ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ നമുക്കും സാധിക്കട്ടെ. അപ്പോഴാണ് നമ്മൾ ദൈവരാജ്യത്തിനു വേണ്ടി ത്യാഗം സഹിക്കുന്നവരായിട്ട് നമ്മൾ തീരുന്നത്. അപ്രകാരം ഒരു സമർപ്പിത ജീവിതത്തിന് പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്നുള്ള ആ വലിയ പ്രാർത്ഥനയോടെ ഇന്നേ ദിവസം ഈ 9-ാം അധ്യായം വായിച്ച് ധ്യാനിക്കുവാനും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ അതനുസരിച്ച് ക്രമപ്പെടുത്തുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിച്ചുകൊള്ളുന്നു.